നമസ്കാരം. മൈ ആസ്ട്രോവിന്നിന്റെ ഒരു പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. പുതുവർഷം ആരംഭിക്കുമ്പോഴെല്ലാം രാശിമാറ്റങ്ങളെയും അതുപോലെ തന്നെ ഗ്രഹഗതികളെയും ഒക്കെ കുറിച്ചിട്ടുള്ള ചർച്ചകൾ കൂടുതൽ ശക്തമാകുന്നുണ്ട്. അപ്പോൾ ഓരോ മാറ്റവും ജീവിതത്തിൽ അനുഭവപ്പെടുന്ന ഗുണഫലങ്ങളും അതുപോലെ തന്നെ വെല്ലുവിളികളും ഒക്കെ ഒരുപോലെ നിർണ്ണയിക്കപ്പെടുന്നുണ്ട്. ഇപ്പോൾ ജ്യോതിഷത്തിലെ പ്രധാന ഗ്രഹമായ വ്യാഴം ഓരോ 12 മാസത്തിലും ഒരിക്കൽ രാശി മാറുന്നുണ്ട്. ഈ രാശിമാറ്റത്തോടൊപ്പം വ്യക്തികളുടെ ജീവിതത്തിലാകട്ടെ നിർണായകമായ നേട്ടങ്ങളും അതുപോലെ തന്നെ അനുകൂലമായ സംഭവങ്ങളും അഭ്യാസപ്പെടുക എന്നത് പതിവായ കാര്യമാണ്. അപ്പോൾ വരാനിരിക്കുന്ന കാലഘട്ടത്തിൽ വ്യാഴം മിഥുന രാശിയിലേക്കാണ് കടക്കുന്നത്. അപ്പോൾ ചിലർക്ക് ഇത് പലതരത്തിലുള്ള പുതുമകളുടെയും അതുപോലെ തന്നെ ഗുണപരമായ മാറ്റങ്ങളുടെയും വാതിലാണ് തുറക്കപ്പെടുന്നത്. വ്യാഴം സാധാരണയായിട്ട് ഒരു രാശിയിൽ ഏകദേശം ഒരു വർഷം വരെയാണ് നിലനിൽക്കുന്നത്. എന്നാൽ നവംബർ 11 വ്യാഴം കർക്കിടകത്തിലെ വക്രഗതിയിൽ പ്രവേശിക്കുന്നതോടെ അതിൻ്റെ പ്രഭാവം ചില മേഖലകളിൽ മാറ്റങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. ഇപ്പം 2026 മാർച്ച് 11 മുതൽ വ്യാഴം വീണ്ടും നേർരേഖയിലേക്കാണ് ഈ സഞ്ചാരം തുടങ്ങുക. അപ്പോൾ ഇങ്ങനെ ആരംഭിക്കുന്ന സമയത്ത് ചില രാശിക്കാർക്ക് പ്രത്യേകമായിട്ടുള്ള ഗുണഫലങ്ങൾ ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ദീർഘകാലത്തേക്ക് അനേകം അനുകൂല മാറ്റങ്ങൾ ഉണ്ടാവാനുള്ളൊരു സാധ്യത കൂടുതലാവും. അപ്പോൾ ഈ വ്യാഴഗതി മാറ്റം ഏതൊക്കെ രാശിക്കാർക്ക് ഭാഗ്യദായകമാകുന്നു എന്നാണ് നമ്മൾ ഇന്ന് വിശദമായിട്ട് പരിശോധിക്കുന്നത്. മേടം, ഇടവം, അതുപോലെ തന്നെ വൃശ്ചികം രാശി, ഇവയാണ് ആ ഭാഗ്യ 3 രാശികൾ. ഇതിൽ ഉൾപ്പെട്ട നക്ഷത്രക്കാർക്കും ഇത് ബാധകമാണ്. ആദ്യം നമുക്ക് മേടരാശിയിലേക്ക് കടക്കാം. ഈ മേടരാശിക്കാർക്ക് ഈ കാലഘട്ടത്തിൽ 3-ാം ഭാവത്തിൽ നടക്കുന്ന മാറ്റങ്ങൾ ഏറെ ഗുണപരമായിരിക്കും. അപ്പം നീണ്ടു നിൽക്കുന്ന എന്താ പറയുക പ്രശ്നങ്ങളൊക്കെ പെട്ടെന്ന് പരിഹാരം കാണാനായിട്ട് സാധിക്കും. ജീവിതത്തിൽ തടസ്സം സൃഷ്ടിച്ചിരുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് മാറി ശരിയായിട്ട് മുന്നോട്ട് പോവാനൊക്കെ നിങ്ങൾക്ക് കഴിയും. കുടുംബജീവിതത്തിലെ സന്തോഷവും സമാധാനവും ഒക്കെ നിറഞ്ഞ ഒരു നിമിഷങ്ങൾ അനുഭവിക്കാൻ ഇടവരും. തൊഴിൽ രംഗത്ത് ഉള്ളവർക്ക് ഒരു പുതിയ അവസരങ്ങൾ അല്ലെങ്കിൽ എന്താ പറയുക നേട്ടങ്ങളൊക്കെ ലഭിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. കരിയറിലെ സ്ഥിരതയും പുരോഗതിയും നൽകുന്ന അനുകൂല മാറ്റങ്ങൾ സംഭവിക്കും. മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഇതൊരു പുതിയ അധ്യായം തന്നെ ആരംഭിക്കാനുള്ള ഏറ്റവും അനുയോജ്യമായ സമയമാണെന്ന് വേണം പറയാൻ. അപ്രതീക്ഷിതമായിട്ടുള്ളൊരു സാമ്പത്തികമായ ഗുണങ്ങളൊക്കെ നിങ്ങൾക്ക് പ്രത്യേകം ലഭിക്കാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. പുതിയ ബിസിനസ് ആരംഭിക്കാൻ ഇത് മികച്ച സമയം കൂടിയാണ്. ഇപ്പം ആരോഗ്യപരമായിട്ട് നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഓരോ പ്രശ്നങ്ങളും നിയന്ത്രണത്തിലായിട്ട് മാറും. അപ്പം ശരിയായ പരിചരണം നൽകിയാൽ ഏറെ പുരോഗതി കാണാനായിട്ടും ആരോഗ്യരംഗത്ത് നിങ്ങൾക്ക് സാധിക്കും. മിഥുനം രാശിക്കാർക്ക് ഈ ഘട്ടത്തിലെ വ്യാഴം നേർ രേഖയിൽ ലഗ്നത്തിലൂടെ സഞ്ചരിക്കുന്നതിനാൽ ശക്തമായ അനുകൂല ഫലങ്ങളാണ് ലഭിക്കുക. അപ്പൊ വ്യാഴത്തിന്റെ ഈ പ്രഭാവം നിങ്ങളുടെ വ്യക്തിത്വത്തിലെ ആത്മവിശ്വാസവും പോസിറ്റീവ് മാറ്റങ്ങളും ഒക്കെ വരുത്തുന്നുണ്ട്. അധ്യാപകരും രാഷ്ട്രീയ പ്രവർത്തകരും പോലുള്ള മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് എന്താ പറയുക നേട്ടങ്ങളും അംഗീകാരങ്ങളും ഒക്കെ നേടാനുള്ള ഒരു മികച്ച അവസരമായിട്ടാണ് ഇത് കണക്കാക്കുന്നത്. ഇത് നിങ്ങൾക്ക് സമീപവാസികളിൽ നിന്ന് സ്നേഹവും ബഹുമാനവും ഒക്കെ ലഭിക്കാനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട്. ഇപ്പൊ വിവിധ മേഖലകളിൽ നിന്നായിട്ട് പുതിയ നേട്ടങ്ങളും അവസരങ്ങളും ഒക്കെ നിങ്ങളിലേക്ക് എത്തിച്ചേരും. നിങ്ങളുടെ സംസാര ശൈലി മറ്റുള്ളവരെ ആകർഷിക്കുകയും സമാധാനവും സന്തോഷവും സൗഹൃദവും ഒക്കെ നിറഞ്ഞ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുകയും ചെയ്യുന്ന സമയമാണ്. വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട സുപ്രധാന തീരുമാനങ്ങൾ ഈ സമയത്ത് സാധ്യമാകും. ജീവിതത്തിൽ പുതിയ അധ്യായങ്ങൾ ആരംഭിക്കുന്ന ദിനങ്ങളാണെന്ന് വേണം പറയാൻ. തീർത്ഥയാത്രകൾ നടത്തുന്നതിനും അതുപോലെ തന്നെ ആത്മീയമായ പ്രവർത്തനങ്ങൾക്കുമായിട്ട് ഏറെ അനുയോജ്യമായ സമയം കൂടിയാണ് വരാൻ പോകുന്നത്. പുതിയ ബന്ധങ്ങൾ രൂപപ്പെടുന്നതോടെ ജീവിതം കൂടുതൽ ഊർജ്ജസ്വലമാവാനും അതുപോലെ തന്നെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഒരു സന്തോഷമായ ഒരു ജീവിതം ആരംഭിക്കാനുള്ള ഒരു ഭാഗ്യവും കൊണ്ടാണ് ഇനി വരുന്ന ദിനങ്ങൾ നിങ്ങളിലേക്ക് വരുന്നത്. അടുത്തത് വൃശ്ചികം രാശിയാണ്. വൃശ്ചികം രാശിക്കാർക്ക് ഈ കാലഘട്ടത്തിൽ നിരവധി മാറ്റങ്ങളൊക്കെ അനുഭവിക്കാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത്. ഇപ്പോൾ വ്യാഴം 8-ാം ഭാവത്തിലൂടെ നേർരേഖയിലാണ് സഞ്ചരിക്കുന്നത്. ഇതുവഴി നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഒക്കെ വർദ്ധിപ്പിക്കും. ആത്മീയതയോടെയുള്ള നിങ്ങളുടെ താല്പര്യം കുറച്ചും കൂടി കൂടുതലായിരിക്കും. അപ്പോൾ അതുവഴി നിങ്ങൾക്ക് മനസ്സിനും ശരീരത്തിനും ഒക്കെ ഒരു പുതുമയുള്ള ഒരു ശാന്തിയാണ് ലഭിക്കുക.
അപ്പോൾ പല പ്രശ്നങ്ങൾക്കും വേഗത്തിൽ പരിഹാരം കണ്ടെത്താനായിട്ട് നിങ്ങളാൽ സ്വയം സാധിക്കും. സാമ്പത്തികമായിട്ട് മെച്ചപ്പെട്ട നിലയിലേക്ക് നിങ്ങൾക്ക് ഓരോരുത്തർക്കും കടക്കാനായിട്ട് കഴിയും. അപ്പോൾ വിവിധ മാർഗങ്ങളിൽ നിന്ന് പണം ലഭിക്കാനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട്. അനാവശ്യമായ ആശങ്കകളൊക്കെ കുറയുകയും മാനസിക ഭാരം കുറഞ്ഞതായിട്ട് മാറാനുള്ളൊരു സാധ്യതയാണ് കാണുന്നത്. ചില ചിലവുകളെ നിയന്ത്രിക്കേണ്ട ആവശ്യമുണ്ടെങ്കിലും ആകെ മൊത്തം നോക്കുകയാണെങ്കിൽ ഈ കാലഘട്ടം ഗുണപരമായ മാറ്റങ്ങൾ കൊണ്ടുവരുന്ന ഒന്നായിട്ടാണ് കാണുന്നത്. അപ്പോൾ സന്തോഷകരമായ സംഭവങ്ങളൊക്കെ ജീവിതത്തിൽ ഒന്നൊന്നായിട്ട് എത്താൻ പോവുകയാണ്. ചുരുക്കി പറഞ്ഞാൽ ഞാൻ പാതി ദൈവം പാതി എന്നാണ്. നിങ്ങൾ കഠിനമായിട്ട് ഓരോ കാര്യങ്ങൾ പരിശ്രമിക്കുകയാണെങ്കിൽ അത് ലക്ഷ്യപ്രാപ്തിയിലെത്തുന്ന കാര്യത്തിൽ തീർച്ചയാണ്. ഇന്നത്തെ അധ്യായം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുക. നന്ദി, നമസ്കാരം.